ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗോതമ്പ് ദോശ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് ഞാൻ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി വേറൊരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് കലക്കി അതിൻ്റെ കട്ടയൊക്കെ ഒടിച്ച് ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് സ്വല്പം വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ ഞാനത് അടിച്ചു കൊണ്ടുവന്നത് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ജാറിലേക്ക് ഞാൻ ഒരു 1.5 ഗ്ലാസ്, അത് ചെറിയ ഗ്ലാസ്സാണ് കേട്ടോ, അതിൽ അവിലെടുത്തിട്ട് ഞാൻ നനച്ച് വെച്ചതാണ്. പിന്നെ ഒരു അരമുറി തേങ്ങയും കൂടി ചേർത്ത് അരച്ച് കൊണ്ടുവരാം, വെള്ളം ചേർത്തിട്ട്. അപ്പോൾ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ട് അതിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് നൈസായിട്ട്. ഇനി നമ്മുടെ കൈ കൊണ്ട് തന്നെ അത് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ഒരു അരമണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അപ്പോൾ തന്നെ ഉണ്ടാക്കി തുടങ്ങാം. ഞാനങ്ങനെ വെച്ചെന്നുള്ളൂ. അപ്പോൾ ഞാൻ ഉണ്ടാക്കി തുടങ്ങുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. തക്കാളി ചമ്മന്തിയും ഈ ദോശയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ നൈസായിട്ടുള്ളൊരു ദോശയാണ്. ഞാനിപ്പോൾ ഇതിന് ചേർക്കണത് നല്ലെണ്ണയും നെയ്യും കൂടിയിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.